ഹായ് ഗെയ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് സൂവിലോട്ടാണ്. ഞാൻ ഒരുപാട് വട്ടം സൂവിൽ പോയിട്ടുണ്ട്. ഇന്ന് കുറേ പ്രത്യേകത ഉണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഈ സിംഹമൊന്നും ഒരനക്കമില്ലായിരുന്നു. എവിടെയെങ്കിലും കിടന്നുറങ്ങാണ്ട പെൺസിംഹം കിടന്നുറങ്ങുന്ന കണക്ക് കിടന്നുറങ്ങുമായിരുന്നു. പക്ഷെ ഇന്ന് ഫുൾ ആക്റ്റീവാണ്. കാട്ടുപോത്ത് കേട്ടോ, ഇതിപ്പോൾ നല്ല സൈസുള്ള കാട്ടുപോത്താണ് കേട്ടോ. ഈ പുള്ളിനെ കാണാൻ നല്ല രസമാണ്. കാണാം, കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇതൊരു മരത്തിനുണ്ട് കയറി, അതും ഉറക്കം. ഇന്ന് കൊള്ളാം. എല്ലാ മൃഗത്തിനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ പാമ്പിൻ്റെയൊക്കെ സെക്ഷനിൽ വന്നു. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പെരുമ്പാമ്പും പിന്നെ നമുക്കുള്ള അനാക്കോണ്ടയും. പെരുമ്പാമ്പ് കുറേ ഉണ്ട് കേട്ടോ, 2-3 ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അനാക്കോണ്ട ഒരെണ്ണം, പിന്നെ മയില്. ഒരു നാളും പീലി ഇരിക്കാത്ത മയില് പീലിയൊക്കെ വിരിച്ചു. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി അക്വേറിയത്തിലോട്ട് പോയി കേട്ടോ. ഞാൻ കുറേ നാളുകൊണ്ട് ഇവിടെ സൂവിൽ വരുന്നെങ്കിലും ഇവിടെയൊന്നും കയറിയിട്ടില്ല. ഇവിടെ പക്ഷേ കൊള്ളാം, നല്ല രസം. ചെറുതും വലുതുമായിട്ടുള്ള ഓസ്കറുണ്ട്, അരോണുണ്ട്, അതുപോലെ വേറെ കുറേ മീനുകളുണ്ട്. കാണാനൊക്കെ എല്ലാ രസം കേട്ടോ. നമ്മൾ കടലിൻ്റെ അകത്തൊക്കെ കാണുന്ന അതേ ഫിഷുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് കയറി കാണുന്നത് നല്ലതാണ്. വലിയ പൈസ തരുന്നത്, നമുക്ക് 30 രൂപ ടിക്കറ്റ് ചാർജ് ആകുന്നോളൂ. ഒരു ചെറിയ നമ്മൾ കടലിൻ്റെ അടിയിൽ പോയൊരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ ഈ അക്വേറിയം എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞു കുഞ്ഞു മീനുകളായിരിക്കും എന്ന് വിചാരിച്ചു. നമ്മൾ കടകളിലേക്ക് കാണുന്നത്. പക്ഷെ അല്ല കേട്ടോ, നല്ല രസമാണ്. നല്ല വലിയ അക്വേറിയത്തിലാണ് വരിട്ടേക്കുന്നത്. എല്ലാം അരാപ്പാമയൊക്കെ ഉണ്ട്. ഭയങ്കര വലിയത് തന്നെ, ഒരുപാട് ചെറുതല്ല, ഒരു മിനിമം മീഡിയം സൈസുള്ള സാധനങ്ങളാണ് കേട്ടോ. അവൻ പിന്നെ ഒരു ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇവിടെ നല്ല വൃത്തി, നല്ല തുടച്ച്, നല്ല വൃത്തിയൊക്കെ ആയിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇത്ര ആൾക്കാരുണ്ടെങ്കിലും വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വരുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. പിന്നെ സുവോളജിക്കൽ മ്യൂസിയം ഉണ്ട്, അതും കൊള്ളാം കേട്ടോ. അത് നല്ല രസമുണ്ട്.